വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ ജില്ലകളിൽ പാലക്കാട് ജില്ലയാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കാസർഗോഡ്, വയനാട്, കണ്ണൂര്, അതുപോലെ തന്നെ കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ ജില്ലകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കാണാത്ത കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. പ്ലസ് പ്ലേലിസ്റ്റിൽ കേരളത്തിലെ ജില്ലകൾ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. പിന്നെ നമുക്ക് പാലക്കാട് ജില്ല പഠിക്കാം. അപ്പൊ കേരള സംസ്ഥാനം നിലവിൽ വന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, മലബാറിനെ വിഭജിച്ച് പാലക്കാടും കോഴിക്കോടും കണ്ണൂരും ഫോം ചെയ്തത് 1957 ജാനുവരി 1-നാണെന്ന്. അപ്പൊ 1957 ജാനുവരി 1-ന് കേരളത്തിൽ രൂപം കൊണ്ട ജില്ലയാണ് പാലക്കാട് ജില്ല, അല്ലെ? അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ മലബാറിനെ, കേരളം നിലവിൽ വന്നപ്പോൾ മലബാറിനെ വിഭജിച്ച് പാലക്കാട് ഉണ്ടായിരുന്നു. പിന്നെ പാലക്കാട് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും രണ്ടാമത്തെ വലിയ ജില്ലയാണ്. അപ്പൊ നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയാണ് പാലക്കാട്. ഇനി പാലക്കാട് കരിമ്പനകളുടെ നാട് എന്ന് വിശേഷിപ്പിക്കുന്ന ജില്ലയാണ് പാലക്കാട്. അതുപോലെ തന്നെ കേരളത്തിന്റെ നെല്ലറ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ കരിമ്പനകളുടെ നാട്, കേരളത്തിന്റെ നെല്ലറ എന്നൊക്കെ നമ്മൾ എന്തിനെ വിളിക്കുന്നുണ്ട്? പാലക്കാട് ജില്ലയെ വിശേഷിപ്പിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയില് വളരെയധികം നല്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റിയ ധോണി വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ പാലക്കാട് കോട്ട, അതുപോലെ അവിടുത്തെ നെല്ലിയാമ്പതി, അല്ലെങ്കിൽ സൈലന്റ് വാലി, പറമ്പിക്കുളം തുടങ്ങിയ വന്യജീവി സങ്കേതങ്ങളിലേക്കൊക്കെ പോവാം. മലമ്പുഴ ഡാം ഉണ്ട്, അവിടെ റോക്ക് ഗാർഡൻ ഉണ്ട്, അല്ലെ? മീൻവല്ലം വെള്ളച്ചാട്ടം ഉണ്ട്, പാത്രക്കടവ് വെള്ളച്ചാട്ടം ഉണ്ട്, സീതാർകുണ്ട് ഉണ്ട്, അതുപോലെ തന്നെ പറമ്പിക്കുളം ഡാം ഉണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റിയ പാലക്കാട് ജില്ലയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള പ്ലേസസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലേസ് തന്നെയാണ് നെല്ലിയാമ്പതി. പാലക്കാടൻ മലനിരകളിലെ റാണി എന്ന് നമ്മള് എന്തിനെ വിളിക്കുന്നുണ്ട്? നെല്ലിയാമ്പതിയെ വിളിക്കുന്നുണ്ട്, പാവങ്ങളുടെ ഊട്ടി എന്ന് വിളിക്കുന്നുണ്ട്. ഓറഞ്ച് തോട്ടങ്ങൾക്കൊക്കെ പ്രസിദ്ധമായ പാലക്കാട് ജില്ലയിലെ സ്ഥലമാണ് ഏത്? നെല്ലിയാമ്പതി. അതുപോലെ തന്നെ കേരളത്തിന്റെ റെയിൽവേ നഗരം എന്നാണ് പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിനെ വിളിക്കുന്നത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂര്. പിന്നെ മുതലമട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് പാലക്കാട്. അതിനെ കേരളത്തിന്റെ മാംഗോ സിറ്റി എന്നാണ് വിളിക്കണേ. കേരളത്തിന്റെ മാംഗോ സിറ്റി എന്ന് വിളിക്കണ മുതലമട. ഇനി കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉത്സവം ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, കൽപ്പാത്തി രഥോത്സവം. അപ്പൊ അതുകൊണ്ട് തന്നെ അർദ്ധ ബനാറസ് എന്ന് വിളിക്കുന്നത് കൽപ്പാത്തി ക്ഷേത്രത്തെയാണ്. അർദ്ധ ബനാറസ് എന്ന് വിളിക്കുന്നു. ഇനി കേരളത്തിലേക്കുള്ള കവാടം എന്ന് വിളിക്കുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള പാലക്കാട് ചുരം. ഇതൊക്കെ വളരെ പാലക്കാടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട പറയാനുള്ളതാണ്. അതുപോലെ പാലക്കാടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ള PSCയുടെ ഒരു ചോദ്യമാണ് കണ്ണിയാർകളി. പാലക്കാട് ജില്ലയിലെ അവരുടെ ഒരു പൈതൃക കലാരൂപത്തിന്റെ പേരാണ് കണ്ണിയാർകളി എന്ന് പറഞ്ഞ. അതുപോലെ തന്നെ അവർക്ക് അവിടെ ആ കലാരൂപം മാത്രമല്ല, മീനാക്ഷി കല്യാണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നൃത്ത നാടക രൂപവും അവിടെ ഉണ്ട്. അപ്പൊ നാടക രൂപമായിട്ടുള്ള മീനാക്ഷി കല്യാണം, കലാരൂപം, കണ്ണിയാർകളി, ഇതിനൊക്കെ. അതുപോലെ തന്നെ തൊൽപ്പാവക്കൂത്തും ഉണ്ട്. തൊൽപ്പാവക്കൂത്ത് ഇപ്പൊ പാലക്കാട് മാത്രമല്ല, മലപ്പുറവും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലകളിലൊക്കെ പ്രസിദ്ധി നേടിയിട്ടുണ്ട്. പക്ഷെ പാവക്കൂത്ത് എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മൾ പാലക്കാട് ജില്ലയാണ് എടുത്ത് പറയാം. ഇനി പാലക്കാട് ജില്ല ഭയങ്കര ചൂടുള്ള ജില്ലയാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നമ്മൾ ഈ മീനാക്ഷി കല്യാണവും അതുപോലെ കണ്ണിയർകളിയും പറയും പോലെ തന്നെ കാളപൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഉത്സവമുണ്ട്. കൽപ്പാത്തി ഉത്സവം, കാളപൂട്ട് ഉത്സവം, മീനാക്ഷി കല്യാണം, അതുപോലെ തന്നെ കണ്ണിയാർകളി, ഇതിനൊക്കെ പ്രസിദ്ധി കേട്ട കേരളത്തിലെ ജില്ല പാലക്കാട് ജില്ലയാണ് കേട്ടോ. ഇനി നമ്മള് നേരത്തെ പറഞ്ഞില്ലേ, കർഷകര് അല്ലെങ്കിൽ എന്താ പറയാ, മഴ കൂടുതൽ എന്നൊക്കെ പറഞ്ഞപ്പോ മഴ കൂടുതൽ ലഭിക്കുന്നുണ്ട് പക്ഷെ കർഷകർ കുറവാണ് എന്നൊക്കെ കോഴിക്കോട് ജില്ലയിൽ പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ വനിതാ തൊഴിലാളികൾ എവിടെയാണെങ്കിൽ കർഷക തൊഴിലാളികൾ എവിടെയാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ല. അത്രയധികം കർഷകരുള്ള ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. കേരളത്തിലെ നെല്ല്, നിലക്കടല, പരുത്തി, പയറുവർഗ്ഗങ്ങള്, അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ നിലക്കടല, അങ്ങനെയുള്ള കുറേയധികം. പിന്നെ നമ്മൾ ഓറഞ്ച് തോട്ടം നേരത്തെ പറഞ്ഞില്ലേ, ചിറ്റൂരാണ് കറുത്ത മണ്ണ് കാണപ്പെടുന്ന സ്ഥലമാണ് പാലക്കാട് ജില്ല. അപ്പൊ ചിറ്റൂരാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള പാലക്കാട് ജില്ലയിലെ സ്ഥലം. അപ്പൊ ഇത്രയും കുറെ കാർഷിക ആവശ്യത്തിന് ഏറ്റവും കൂടുതൽ ഭൂമി, താമസിക്കുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, കാർഷിക ആവശ്യത്തിന് ഏറ്റവും കൂടുതൽ ഭൂമി ഉപയോഗിക്കുന്നത് പാലക്കാട് ജില്ലക്കാരാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാര് ഏത് ജില്ല? നമ്മൾ ഗിരിവർഗക്കാര്
വയനാട് ജില്ലയിലാന്ന് പറഞ്ഞു. അപ്പൊ പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണെന്ന് ഓർത്തു വെക്കണം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ പാലക്കാട് ജില്ലയിലെ പൊതുവെ പാലക്കാട് ജില്ലയെ കുറിച്ച് പറയുമ്പോൾ പൊതുവായിട്ടുള്ള കുറച്ച് വിശേഷണങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഓരോരോ സ്ഥലങ്ങളും എടുത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ഡിവിഷൻ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആണ്. അതുപോലെ തന്നെ അതിന്റെ ആസ്ഥാനം പാലക്കാടല്ല, ഒലവങ്കോട് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്, അവിടെയാണ് അതിന്റെ ആസ്ഥാനം. അതുപോലെ തന്നെ ശുചിത്വ പദ്ധതി, കേരളത്തിലെ ശുചിത്വ പദ്ധതി ഉദ്ഘാടനം ചെയ്ത റെയിൽവേ സ്റ്റേഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷൊർണൂർ എന്ന് പറയുന്ന കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ റെയിൽവേ കോച്ച് ഫാക്ടറി കഞ്ചിക്കോടാണ്, അത് നമ്മളെല്ലാവരും കേട്ട് പരിചയമുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പട്ടികജാതിക്കാര് എന്താ പറയുന്നത് കൂടുതൽ ഇവിടെയാണ്, പാലക്കാട് ജില്ലയിലാണ്. അട്ടപ്പാടി പറയുന്ന പ്രദേശത്ത് എന്താ പറയുന്നത് ഒരു ഗോത്ര വിഭാഗക്കാരുണ്ട്, അവരുടെ പേര് ഇരുളർ എന്നാണ് കേട്ടോ. അപ്പൊ ഇരുളർ എന്ന് പറയുന്ന ഗോത്ര വിഭാഗക്കാർ കാണപ്പെടുന്നത് അട്ടപ്പാടിയിലാണെന്ന് ഓർക്കാം. അതുപോലെ തന്നെ ജൈനിമേട് എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു ജൈന മതക്ഷേത്രം കാണപ്പെടുന്ന പ്രദേശം കൂടിയാണ് പാലക്കാട് ജില്ല എന്ന് ഓർക്കണം. ഇനി നെല്ലിയാമ്പതി, ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമാണ് നെല്ലിയാമ്പതി എന്ന് നമ്മൾ പറഞ്ഞതാണ്. അവിടെയാണ് മാമ്പാറ കൊടുമുടി, അതുപോലെ തന്നെ കേശവൻ പാറ തുടങ്ങിയവ കാണപ്പെടുന്നത്. അപ്പൊ മാമ്പാറ കൊടുമുടി, കേശവൻ പാറ എന്നിവ കാണപ്പെടുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ നെല്ലിയാമ്പതിയിലാന്ന് പറയണം. ഇനി പ്ലാച്ചിമടയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സമരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലാച്ചിമട സമര നായിക മൈലമ്മയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ പ്ലാച്ചിമട എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊക്കോകോള കമ്പനിക്ക് എതിരായിട്ട് കുടിവെള്ള സമരം നടത്തിയ പ്രദേശമാണ് പ്ലാച്ചിമട. അതെവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. ഇനി അതുപോലെ പാലക്കാട് സ്ഥിതി ചെയ്യുന്ന എന്താ പറയുന്നത് പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് മല്ലീശ്വരൻ മുടി. അപ്പൊ മല്ലീശ്വരൻ മുടി എവിടെയാണ് കേരളത്തിൽ കാണപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലാന്ന് പറയും. ഇനി ചെണ്ട, അത് അങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ എന്താ പറയാ വാദ്യോപകരണം, കലാരൂപല്ല സോറി, ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, തബല, തകില് അങ്ങനെയുള്ള വാദ്യോപകരണങ്ങളൊക്കെ നിർമ്മിക്കാൻ വളരെ പേര് കേട്ടൊരു സ്ഥലമുണ്ട്. പെരുവേമ്പ എന്ന സ്ഥലത്തിന്റെ പേര്. എന്താണ്? പെരുവേമ്പ എന്നാട്ടോ സ്ഥലത്തിന്റെ പേര്. അതുപോലെ തന്നെ ചെമ്പെ വൈദ്യനാഥ ഭാഗവതരില്ലേ, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കോട്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ പാലക്കാടാണ്. അദ്ദേഹത്തിന്റെ സ്മാരകവും എവിടെയാ കാണുന്നത്? കോട്ടായി. അപ്പൊ വേറൊരു കിള്ളിക്കുറിശി മംഗലം നമ്മൾ കേട്ടിട്ടില്ലേ, കുഞ്ചൻ നമ്പ്യാരുടെ അതന്നെ ജന്മസ്ഥലമായിട്ടുള്ള കിള്ളിക്കുറിശി മംഗലം അവിടെയാണ്. ഇനി അട്ടപ്പാടിയുടെ പ്രത്യേകത, അട്ടപ്പാടിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത പഠിക്കണം. കേരളത്തിലെ ഏക ഗിരിവർഗ വികസന ബ്ലോക്ക് കാണപ്പെടുന്നത് അട്ടപ്പാടിയിലാണ്. കേരളത്തിലെ ഏക ഗിരിവർഗ വികസന ബ്ലോക്ക് ഏതാണ്? അട്ടപ്പാടിയാണ് കേട്ടോ. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട കുറച്ച് പ്ലേസിനെ പാലക്കാടത്തെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി കേരളത്തിലെ കാറ്റാടിപ്പാടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഞ്ചിക്കോട് ഒരു കാറ്റാടിപ്പാടം ഉണ്ട്. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുടെ കാര്യം പറഞ്ഞു, റെയിൽവേ കോച്ച് ഫാക്ടറി, അതുപോലെ തന്നെ കാറ്റാടിപ്പാടം ഉണ്ട്. കേരളത്തിലെ ആദ്യത്തെ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് മങ്കരയാണ്. കേരളത്തിലെ ആദ്യത്തെ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? മങ്കരയാണ്. അതുപോലെ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല പാലക്കാടാണ്. സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല പാലക്കാടാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലാണ്. കമ്പ്യൂട്ടർവൽകൃത കളക്ടറേറ്റ് പാലക്കാടാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത കളക്ടറേറ്റ് പാലക്കാടാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത താലൂക്ക് ഒറ്റപ്പാലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത കളക്ടറേറ്റ് ഏതാണ്? പാലക്കാട് കളക്ടറേറ്റ് ആണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഉരുക്ക് തടയണ സ്ഥാപിതമായത് ഭാരതപ്പുഴ നദിക്ക് കുറുകെയാണ്, ഭാരതപ്പുഴയ്ക്ക് കുറുകെയാണ്. കേരളത്തിൽ ആദ്യത്തെ ഉരുക്കു തടയണ നിർമ്മിതമായത് ഭാരതപ്പുഴയ്ക്ക് കുറുകെയാണ്. അതുപോലെ ഇനി അടുത്തത് പട്ടികജാതി വകുപ്പിന് കീഴിലെ രാജ്യത്തെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് പാലക്കാടാണ്. പട്ടികജാതി വകുപ്പിന് കീഴിലെ രാജ്യത്തെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് പാലക്കാടാണ് കേട്ടോ. ഇനി കേരളത്തിലെ ആദ്യത്തെ വിവര സാങ്കേതിക വിദ്യാ ജില്ല, കേരളത്തിലെ ആദ്യത്തെ വിവര സാങ്കേതിക വിദ്യാ ജില്ല, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല എന്ന ബഹുമതിയൊക്കെ പാലക്കാടിനാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല, കേരളത്തിലെ ആദ്യത്തെ വിവര സാങ്കേതിക വിദ്യാ ജില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ല പറയും. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ജില്ലയാണ് പാലക്കാട് ജില്ല എന്ന് പറഞ്ഞു. സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച പഞ്ചായത്ത് കണ്ണാടി ഗ്രാമപഞ്ചായത്താണ്. കേരളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച പഞ്ചായത്ത് കണ്ണാടിയാണ്. ഇനി എന്താ പറയുന്നത്, സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല പാലക്കാടാണ്. അതുപോലെ തന്നെ തിരിച്ചു നിങ്ങളോട് ചോദിച്ചാലോ, സമ്പൂർണ്ണ ബാങ്കിങ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ചോദിച്ചു കഴിഞ്ഞാലും പാലക്കാട് ജില്ല തന്നെ പറയണം കേട്ടോ. തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി കേരളത്തിൽ ആദ്യമായിട്ട്
എന്താ പറയാ അഖില കോൺഗ്രസ് സമ്മേളനം അല്ലെ നടന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ്. എവിടെയാണ് നടന്നത്? പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താണ് നടന്നത്. കേരളത്തിലെ ആദ്യത്തെ ഒരു ഓർഗാനിക് ബ്ലോക്ക് പഞ്ചായത്ത് നിലവിൽ വന്ന പാലക്കാടാണ്, പാലക്കാട് ആലത്തൂര്. കേരളത്തിലെ ആദ്യത്തെ ഓർഗാനിക് ബ്ലോക്ക് പഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ മേൽക്കൂര സൗരോർജ പ്ലാന്റ്, കേരളത്തിലെ ആദ്യത്തെ മേൽക്കൂര സൗരോർജ പ്ലാന്റ്. ഇപ്പൊ വീടിന്റെ മുകളിലൊക്കെ എന്താ പറയാ വൈദ്യുതി ലാഭിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മേൽക്കൂര സൗരോർജ പ്ലാന്റ് നിലവിൽ വന്നത് ചാളയൂരാണ്. പാലക്കാട് ജില്ലയിൽ ചാളയൂരാണ്. അതുപോലെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് ഒരു LED പദ്ധതി നടപ്പിലാക്കിയത്, ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് ഒരു LED പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമം പെരിങ്ങോട്ടുകുറിശി എന്ന് പറയുന്ന ഗ്രാമമാണ്. പെരിങ്ങോട്ടുകുറിശി പാലക്കാട് ജില്ലയിൽ പെരിങ്ങോട്ടുകുറിശി കേരളത്തിൽ ആദ്യമായിട്ട് LED പദ്ധതി നടപ്പിലാക്കി. കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് LED പദ്ധതി നടപ്പിലാക്കി എന്ന് പറയുന്ന ബഹുമതിയും പെരിങ്ങോട്ടുകുറിശിക്ക് തന്നെയാണ്. അതുപോലെ ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ പാസഞ്ചർ റോപ്പ് വേ, മലമ്പുഴയിൽ റോപ്പ് വേ പോയിട്ടുണ്ടോ നിങ്ങൾ? ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ പാസഞ്ചർ റോപ്പ് വേ കാണപ്പെടുന്നത് മലമ്പുഴയിലാണ്. അവിടെ തന്നെയാണ് ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്ക്, ഫാന്റസി പാർക്ക് ഉണ്ട്. അത് കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്ക്. ഇനി കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് അകത്തെ തറയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് എവിടെയാണ്? അകത്തെ തറയാണ്. കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് പാലക്കാട് ജില്ലയിലെ അകത്തെ തറ. നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ ഡിഫൻസ് പാർക്ക് ആരംഭിക്കാൻ പോകുന്നതും പാലക്കാട് ജില്ലയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഡിഫൻസ് പാർക്ക് ആരംഭിക്കാൻ പോകുന്നതും പാലക്കാട് ജില്ലയിലാണെന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇനി പാലക്കാട് ജില്ലയിൽ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. മീൻവല്ലം എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതി, അതുപോലെ കറുത്ത മണ്ണ് കാണപ്പെടുന്ന നമ്മൾ കൃഷി പഠിച്ചപ്പോൾ പഠിച്ചു ചിറ്റൂര്, അതുപോലെ എന്താ പറയുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് വെള്ളം എത്തിക്കുന്ന ശിരുവാണി ഡാം, ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ശിരുവാണി നദിയിലാണ് ശിരുവാണി ഡാം. ഇനി അതുപോലെ തന്നെ നമ്മള് പിന്നെന്താ പറയുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പുകല്ല് നിക്ഷേപം കാണപ്പെടുന്ന സ്ഥലം, അത് പ്രധാനമാണ്. നമ്മൾ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് ചിറ്റൂരാന്ന് പറഞ്ഞ പോലെ ചുണ്ണാമ്പുകല്ല് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വാളയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ചുണ്ണാമ്പുകല്ല് എന്ന് പറയും. അത് രണ്ടും ഓർത്ത് വയ്ക്കുക, കറുത്ത മണ്ണ് ചിറ്റൂരും ചുണ്ണാമ്പുകല്ല് വാളയാർ ഓർക്കണം. ഇനി JP സ്മൃതി വനം ആൻഡ് ഡിയർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വാളയാറാണ്. JP സ്മൃതി വനം ആൻഡ് ഡിയർ പാർക്ക് എവിടെയാണ്? വാളയാറാണ് കേട്ടോ, അതോർക്കുക. ഇനി ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഇടുക്കിയിലാണെങ്കിൽ ജലസേചന പദ്ധതികൾ പാലക്കാടാണെന്ന് നമ്മൾ വൈദ്യുത പദ്ധതികൾ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഒന്നും കൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മലമ്പുഴ പഠിച്ചപ്പോൾ മലമ്പുഴ റോക്ക് ഗാർഡൻ ഉണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ റോക്ക് ഗാർഡന്റെ ശില്പി നേക്ക് ചെന്താണെന്ന് നമ്മൾ അന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്ന് ഓർത്ത് വെക്കണം. അത് ഞാൻ ഇപ്പൊ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അതുപോലെ തന്നെ കൽപ്പാത്തി രഥോത്സവം നമ്മൾ നേരത്തെ പറഞ്ഞു. അത് നടക്കുന്ന ക്ഷേത്രത്തിന്റെ പേര് വിശ്വനാഥ സ്വാമി ക്ഷേത്രമാണ്. വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കണേ. ഇനി അത് നിർമ്മിച്ചത്, കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിച്ചത് HH കോമ്പി അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. HH കോമ്പി അച്ഛൻ, അദ്ദേഹമാണ് അത് നിർമ്മിച്ചത് എന്ന് ഓർക്കുക. HH കോമ്പി അച്ഛൻ കേട്ടോ. ഇനി കേരളത്തിൽ IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നേരത്തെ നമ്മൾ കോഴിക്കോട് പഠിച്ചപ്പോൾ IIM പറഞ്ഞു അല്ലെ. അപ്പൊ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ആസ്ഥാനം പാലക്കാട് ജില്ലയിൽ കഞ്ചിക്കോടാണ്. പാലക്കാട് ജില്ലയിൽ കഞ്ചിക്കോടാണ്. അതുപോലെ തന്നെ കേരള ലൈവ് സ്റ്റോക്ക് റിസർച്ച് സെന്റർ പാലക്കാട് ഉണ്ട്. പാലക്കാട് തിരുവാഴാംകുന്നാണ്. പാലക്കാട് തിരുവാഴാംകുന്ന് കേരള ലൈവ് സ്റ്റോക്ക് റിസർച്ച് സെന്ററും ഉണ്ട് എന്ന് ഓർക്കുക. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ആദ്യമായിട്ട് സംസ്ഥാന സർക്കാർ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആദിവാസി മേഖലയിൽ ഒരു സമഗ്ര എന്താ പറയുന്നത് ആരോഗ്യ പദ്ധതി, ആദിവാസികൾക്കായിട്ട് ഒരു ആരോഗ്യ പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെ? പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സംസ്ഥാന സർക്കാർ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആദിവാസി മേഖലയിൽ സമഗ്ര ആരോഗ്യ പദ്ധതി നടപ്പാക്കുന്നത് എവിടെയാണെന്ന് പറയുന്നത്? അട്ടപ്പാടിയിലാണ്. അതുപോലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന ഭീമമായ പലിശയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ കുടുംബശ്രീ കോപ്പറേറ്റീവ് സൊസൈറ്റിയും ചേർന്ന് ഒരു വായ്പാ പദ്ധതി കൊണ്ടുവരാണ്. ആ വായ്പാ പദ്ധതിയുടെ പേര് മുറ്റത്തെ എന്നാണ്. കുറെ നാളായി കൊണ്ടുവന്നിട്ട് അതിന്റെ ആദ്യഘട്ടം ആരംഭിച്ചതും എവിടെ തന്നെയാണ്? പാലക്കാട് ജില്ലയിൽ തന്നെയാണെന്ന് ഓർക്കണം. ഇനി അട്ടപ്പാടിയിൽ തന്നെ ഗവൺമെന്റ് ആട് ഫാം കാണപ്പെടുന്നുണ്ട്. ഗവൺമെന്റ് ആട് ഫാം അട്ടപ്പാടിയാണ്. അതുപോലെ മലബാർ സിമന്റ്സിന്റെ ആസ്ഥാനം വാളയാറാണ്. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം കഞ്ചിക്കോടാണ്. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് കഞ്ചിക്കോടാണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അഗ്മാർക്കിന്റെ ആസ്ഥാനം തത്തമംഗലത്താണ്. BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അഗ്മാർക്കിന്റെ ആസ്ഥാനം എവിടെയാണ്? തത്തമംഗലത്താണ്. ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു കഞ്ചിക്കോട്. ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു കഞ്ചിക്കോട് കേട്ടോ. അപ്പൊ ഇത്രയാണ്
പാലക്കാട് ജില്ലയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ ഇപ്പൊ ദേശീയോദ്യാനം, ഇപ്പൊ നെല്ലിയാമ്പതി, അല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മുടെ സൈലന്റ് വാലി, പറമ്പിക്കുളം, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നത്, അഗ്രികൾച്ചറൽ റിസർച്ച് സെന്ററുകൾ, അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇവര് ഇവിടെയുമായിട്ട് ഹൈദർ അലി, അല്ലെങ്കിൽ പാലക്കാട് കോട്ടയെക്കുറിച്ച്, അങ്ങനെയുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ പറയാത്ത കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ജില്ലയുടെ ക്ലാസ് ഇന്ന് ഇവിടെ കടന്നുപോയത്. അപ്പൊ ഫാക്ട്സ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഇത് ക്ലാസ് കേട്ടും എഴുതിയിട്ടും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ക്ലാസ് ഇഷ്ടമായിച്ചാൽ തീർച്ചയായിട്ടും ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ഡെയിലി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ എൻ്റെ ക്ലാസ്സുകൾ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ. അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.